ഹലോ ഓൾ, എല്ലാവരും പ്ലസ് വൺ പ്രവേശിച്ച് ആദ്യ 3 പാഠമെല്ലാം തന്നെ ക്ലാസ് കേട്ട് ഇരിക്കുന്ന നിമിഷമാണിത് ഈ പറയുന്നത്. ഭൂരിഭാഗം പേർക്കും ചിലപ്പോൾ ആദ്യ 3 പാഠം കലങ്ങിയിട്ടുണ്ടാകും, ചിലർക്കോ കലങ്ങിയിട്ടുണ്ടാവുകയില്ല. പക്ഷെ എല്ലാവരുടെയും വിശ്വാസം പറയുന്നത് മറ്റൊന്നുമല്ല, ഓണപ്പരീക്ഷ ഒന്നുമില്ല, അതുകൊണ്ട് ഇപ്പോൾ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്ക് ഭാവിയിൽ എപ്പോഴെങ്കിലും ഈ ചാപ്റ്റേഴ്സ് പഠിച്ചു തീർക്കാം, ഇപ്പോൾ നമുക്ക് എന്താണ് അങ്ങോട്ട് എൻജോയ്മെന്റ് മുകളിൽ നടക്കാം എന്ന് തന്നെയായിരിക്കും. പക്ഷേ ഒരു ചെറിയ മാറ്റമുണ്ട് നിങ്ങളുടെ ആ ഒരു തോന്നലിൽ. ഏതൊരു വിദ്യാർത്ഥിയും ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത് ഓണപ്പരീക്ഷയുടെ പ്രാധാന്യമാണ്. നിങ്ങൾ എല്ലാവരും തന്നെ 10ാം ക്ലാസ് കഴിഞ്ഞ് പ്ലസ് വണ്ണിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒരു വലിയ സിലബസ് മാറ്റമുണ്ടായിരുന്നു, എക്സാം പാറ്റേണിൽ മാറ്റമുണ്ടായിരുന്നു, പഠിക്കുന്ന കോൺസെപ്റ്റിൽ മാറ്റമുണ്ടായിരുന്നു, എല്ലാം തന്നെ വലിയ മാറ്റമാണ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിച്ചത്. ഒരു പാഠത്തിന്റെ പരീക്ഷ എഴുതുന്ന പോലെയല്ല നമ്മൾ 3 പാഠവും 4 പാഠവും എല്ലാം തന്നെ പഠിച്ച് എക്സാമിനേഷൻ എഴുതുന്നത്. മക്കളെ, എല്ലാവരും മനസ്സിലാക്കണം, ഈ കാണുന്ന ഓണപ്പരീക്ഷയ്ക്ക് അത്രമേൽ പ്രാധാന്യമുണ്ട്. പക്ഷേ ഗവൺമെന്റ് നിങ്ങൾക്ക് ഒരു സെൻട്രലൈസ് എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുന്നുണ്ടാവില്ല. എന്നിരുന്നാലും നിങ്ങൾ അത് എഴുതണം, അതിന് അത്രമേൽ പ്രാധാന്യമുണ്ട്. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഒരു എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യും, ഒരു ഓണപ്പരീക്ഷ. കൃത്യമായിട്ട് എങ്ങനെയാണോ നമ്മുടെ ഗവൺമെന്റ് ഒരു എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുന്നത്, അതുപോലെ തന്നെ എല്ലാ വിദ്യാർത്ഥികൾക്കും എഴുതാൻ വേണ്ടി സാധിക്കുന്ന രീതിയിൽ ഒരു ഓണപ്പരീക്ഷ നിങ്ങൾക്ക് വേണ്ടി കണ്ടക്ട് ചെയ്യും. അതിന്റെ പ്രാധാന്യം എല്ലാവരും മനസ്സിലാക്കണം. ആദ്യമായിട്ട് നമ്മൾക്ക് ഇവാലുവേറ്റ് ചെയ്യാനുള്ള ഒരു അവസരമാണിത് ഈ പറയുന്നത്. നിങ്ങൾ പഠിച്ചെല്ലാം തന്നെ ശരിയാണോ, പഠിച്ചതിൽ മിസ്റ്റേക്ക് ഉണ്ടോ, എല്ലാ കോൺസെപ്റ്റ് നിങ്ങളിലേക്ക് എത്തിയോ എന്ന് തന്നെ എല്ലാവരും പരിശോധിക്കേണ്ട നിമിഷമാണിത് ഈ പറയുന്നത്. എന്നാൽ മാത്രമാണ് നമുക്ക് ഭാവിയിൽ പഠിക്കുമ്പോൾ ഓക്കെ, ഞാൻ പഠിച്ചത് ശരിയാണ്, എനിക്ക് എൻ്റെ വിശ്വാസം ഊട്ടിയുറപ്പിക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ, ഞാൻ പഠിക്കുന്നത് പക്ക റൈറ്റ് ട്രാക്കാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. സോ എല്ലാ മക്കളും സൈലം കണ്ടടിച്ചാൻ വേണ്ടി പോകുന്ന ഓണപ്പരീക്ഷ നിർബന്ധമായിട്ടും എഴുതിയിരിക്കണം. വെറുതെ അങ്ങനെ ഓണപ്പരീക്ഷ കണ്ടക്ട് ചെയ്ത് മുന്നോട്ട് പോകുന്ന വ്യക്തികളല്ല ഞങ്ങൾ നിങ്ങളെ പഠിപ്പിച്ച് തന്നെയായിരിക്കും എക്സാമിനേഷൻ പ്രവേശിപ്പിക്കുക. അതിനുവേണ്ടി സൈലം 10 ഡേയ്സ് സ്റ്റഡി ചലഞ്ച് എല്ലാം തന്നെ ആരംഭിച്ചിരുന്നു. ഇതാ 10 ഡേയ്സ് സ്റ്റഡി ചലഞ്ചിനൊപ്പം തന്നെ നിങ്ങൾക്ക് അതിഗംഭീരമായിട്ടൊരു സർപ്രൈസുമായിട്ട് ഞങ്ങൾ വരുന്നു. വൈകുന്നേരം കൃത്യം 7 മണിക്ക് ഒരു ഓണസമ്മാനം. ഒരുപാട് വിദ്യാർത്ഥികൾ ചോദിച്ചിരുന്നു, ഞങ്ങൾക്കില്ലേ ഓണസമ്മാനം എന്നെല്ലാം തന്നെ. ഇതാ നിങ്ങൾക്കുള്ള ഓണസമ്മാനം പറയുന്നതിനായി 7 മണിക്ക് സൈലത്തിലെ എൻ്റെ ഫാക്കൽറ്റി ടീം നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. സോ എല്ലാ മക്കളും അവിടെ ഉണ്ടാവുക. ഗംഭീരമായിട്ട് നമുക്ക് 10 ഡേയ്സ് സ്റ്റഡി ചലഞ്ചിൽ തന്നെ എല്ലാ ചാപ്റ്റേഴ്സും പഠിച്ചു തീർത്ത് സൈലത്തിന്റെ ഓണപരീക്ഷയിൽ ഫുൾ മാർക്ക് നേടാം. ഓക്കെ, ഈ കാണുന്ന ചലഞ്ച് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഈ വീഡിയോയുടെ താഴെ ഞാൻ ഓണപ്പരീക്ഷ എഴുതും, ഓണപ്പരീക്ഷയിൽ ഫുൾ മാർക്ക് തന്നെ നേടുമെന്ന് കമന്റ് ചെയ്യുക. നമുക്ക് ഒന്നിച്ച് പഠിച്ചുകൊണ്ട് തന്നെ പ്ലസ് 1 എക്സാമിനകത്ത് ഫുൾ മാർക്ക് ഉറപ്പിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് വൈൻഡപ്പ് ചെയ്യുന്നു. സൈനിങ് ഓഫ് അഫ്നാസ് ഫ്രം സൈലം ലേണിംഗ്.